മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്ന് ചുമ്മാ അല്ല പഴമക്കാർ പറയുന്നത്. ശരിക്കും മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്നേ. എന്താണെങ്കിലും ഈ പൂഞ്ഞാറിലെ എടുക്കാച്ചരക്കാട്ടുള്ള PC ജോർജ് എന്ന് പറയുന്ന ഒരു വിഴുപ്പ് പാണ്ടത്തിന് അതിനെക്കാട്ടിൽ കടകട്ട ഒരു സാധനമാണ് ഇപ്പോൾ പിറവിയെടുത്തിരിക്കുന്നത്. എന്തായാലും രണ്ടും സെപ്റ്റി ടാങ്കിന്റെ ഭാഗമാണ്. പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് BJP-യിൽ ഹാലളയി എന്ന് മാത്രമല്ല BJP പൊരിഞ്ഞടിയ, അതായത് തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്ന കണക്കാണ് ഇപ്പം പല സ്ഥലത്തും നേതാക്കന്മാർ തമ്മിലുള്ള പോർവിളി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്, വിജയ സാധ്യത അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു ശോഭാ സുരേന്ദ്രനെതിരെ കെ സുരേന്ദ്രൻ. അതായത് ഇവർ രണ്ടുപേരും രണ്ട് വിഭാഗമായിട്ടാണ് ഇപ്പം BJP-യിലുള്ളത്. സത്യത്തിൽ ഏകദേശം കേരളത്തിലെ BJP-യുടെ അടിത്തറ ഇളകി തുടങ്ങിയിട്ടുണ്ട്. കാരണം തുടങ്ങി എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ്. കാരണം ഇവരൊക്കെ എവിടെ പോയി നിന്നാലും എട്ടുനിലയിൽ പൊട്ടുന്ന ആൾക്കാരാണല്ലോ. കാരണം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചൊക്കെ വിവേകവും ബുദ്ധിയും അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനായിട്ടുള്ള കഴിവുള്ള ചില ആൾക്കാരാ. ഇവന്മാര് കാലാകാലമായിട്ട് ഈ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വിജയിച്ചത് ഏതാണ്ട് 10,3500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ ഇപ്രാവശ്യം ഇവന്റെയൊക്കെ നെഞ്ചത്ത് വെള്ളിടി വെട്ടുന്ന പോലുള്ള ഒരു ഭൂരിപക്ഷമാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറഞ്ഞ ചുണക്കുട്ടി നേടിയത്. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന യുവ പ്രതിഭയ്ക്ക് അറിഞ്ഞങ്ങോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അവർക്ക് നേടാൻ സാധിച്ചത്. ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ വ്യക്തമായിട്ടുള്ള BJP-യുടെ ആധിപത്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ പോലും ഈ BJP-ക്ക് കാലിടറി എന്നുള്ളത് നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഫലം വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പം ഈ പൂഞ്ഞാറിന്റെ എടുക്കാച്ചിറക്ക് അല്ലെങ്കിൽ ജനപക്ഷം എന്നും പറഞ്ഞൊരു പാർട്ടി, ഒരു മുണഞ്ഞ പാർട്ടിയും ഉണ്ടാക്കി ജനവും ഇല്ല പക്ഷവും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ എടുക്കാച്ചിറക്കും മകനും കൂടെ ഈ സെപ്റ്റി ടാങ്കിലേക്ക് എടുത്ത് ചാടിയത്. ഇന്ന് കണ്ടിട്ടുള്ള ഒരു പ്രസ്താവനയിൽ ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു തീട്ടം അല്ലെങ്കിൽ ഒരു പട്ടിക്കാട്ടം, ഈ പട്ടിക്കാട്ടം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിലുള്ള ശക്തി പ്രാപിക്കുന്നു, അതിന്റെ ഫലമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്ത് ജയിച്ചതെന്നാണ് ഈ വൃത്തികെട്ട ഊള ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇവനെയൊക്കെ ഈ പറയുന്ന ചാനലിനകത്ത് വിളിച്ചിരുത്തുന്നവരെ വേണം ആദ്യം അടിക്കാൻ. ഇവരൊക്കെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് ഗോമൂത്രം തളിച്ച് ശുദ്ധി കലക്ഷൻ നടത്തണം ആ സീറ്റൊക്കെ. അത്രത്തോളം വെറുക്കപ്പെടുന്ന രണ്ട് പാഴ് ജന്മങ്ങളാണ് ഈ പൂഞ്ഞാറിലെ ഈ അപ്പനും മോനും. ഒരു കാലത്ത് SDP എന്ന് പറയുന്ന പാർട്ടിയുടെ വോട്ട് നേടി വിജയിച്ച് അധികാരത്തിൽ MLA-യും ചീഫ് വിപ്പൊക്കെ ആയിട്ട് കയറി നിന്ന് വിലസ്യവനാണ് ഇപ്പം ആ പറയുന്ന സാധനം തീവ്രവാദമാണ്, കോപ്പാണ്, കൊലോട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഊളയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇനി അങ്ങോട്ടും എന്നും ആ അമിത ആത്മവിശ്വാസമുണ്ട്. കാരണം സംഘടനാ തലത്തിൽ പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിൽ ചെറിയ ശക്തി കുറവുണ്ടെങ്കിൽ പോലും പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ തന്നെ ഒരു നഗരസഭയിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രദേശമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ. ഞാൻ പാഠം പഠിക്കണമെന്ന് പറഞ്ഞത്, ഇനി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു വരുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിയന്ത്രിക്കാൻ ഇവിടെ മുസ്ലിം ലീഗിന് പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു. അത് കൃത്യമായി ഓരോ തെരഞ്ഞെടുപ്പിലും കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നു. എവിടെ വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. അത് ഇപ്പോൾ ഇവിടെ ആർഷോ മുമ്പ് സൂചിപ്പിച്ചു, ഇവിടെ വലിയ രീതിയിലുള്ള SDP-യുടെ കൺസോൾട്ടേഷൻ. ഞാൻ തുറന്നു പറയട്ടെ, 2016-ൽ SDP-യുടെ പിന്തുണയോടുകൂടി മത്സരിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. SDP-യുടെ പിന്തുണ ഒളിച്ചും പാത്തൊന്നുമല്ല കേട്ടോ. ഇവർ UDF കാണിച്ച പോലെ LDF കാണിച്ച പോലെ ഒളിച്ചും പാത്തൊന്നല്ല, ഓപ്പണായിട്ട് SDP-യുടെ പിന്തുണ മേടിച്ച് മത്സരിച്ച ഒരാളാണ് എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് പൂഞ്ഞാറിൽ. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 28,000 വോട്ട് ഭൂരിപക്ഷം ജയിച്ചു. അതിനുശേഷം SDP-യുടെ നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ഈ വർഗീയത ശരിയല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, തീവ്രവാദം ശരിയല്ലെന്നതിൻ്റെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ട ഒരു കുടുംബമാണ് എൻ്റെ. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു, എനിക്ക് പറയാനുള്ളൊരു അവസരം തരണം. തൃശ്ശൂരേക്ക് ശ്രീ K മുരളീധരനെ പ്ലേസ് ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് എല്ലാ ചാനലുകളും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത്. പക്ഷേ പാലക്കാട് നിന്നും ഷാഫിയെ വടകരയിൽ കൊണ്ടുവന്നായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. അതാരും കേരളം തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരള സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശ്രീ ഷാഫി പറമ്പിൽ. അത് കോൺഗ്രസിലുള്ളവർക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ഇനി അങ്ങോട്ട് BJP, എൻ്റെ പാർട്ടി ഉൾപ്പെടെ 2016-ൽ ഒരു സീറ്റിൽ PC ജോർജിന്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവരുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചത് 139 സീറ്റിൽ
കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ CPM-നായിരുന്നു പിന്തുണ. 2021 ഇപ്പൊ ആർഷോ തള്ളി പറഞ്ഞു. നല്ല കാര്യം. അവർ ഇനി പൊളിറ്റിക്കൽ ഇസ്ലാം ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കിങ് മേക്കർ എന്ന് പറയുന്നത്, അവിടുത്തെ യഥാർത്ഥ തേരാളി എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫിയുടെ ആധികാരിക ജയമാണ്. സത്യത്തിലുണ്ടല്ലോ ഇവന്റെയൊക്കെ ചെകളെ അടിച്ച് പൊളിക്കേണ്ട സമയം കഴിഞ്ഞെന്നുള്ള. കാരണം ഇതുപോലൊക്കെ വന്നിരുന്നുണ്ട്, ചാനലിനകത്ത് വന്നിരുന്നുണ്ട്, ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തിട്ട് തെമ്മാടിത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിൽ കേരളത്തിൽ വ്യാപിക്കുന്നു. സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമാണോ ഇവിടെ വോട്ട് കൊടുക്കുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുണ്ട്, കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന വർഗീയ പാർട്ടിയായിട്ടുള്ള BJP-യിൽ തന്നെ ഓന്ത് അബ്ദുള്ള കുട്ടിയെ പോലുള്ള മുസ്ലിം ഇല്ലേ, പിന്നെ ജാമിദയെ പോലുള്ള ആളില്ലേ, ആരിഫ് ഹുസൈനെ പോലുള്ള ആളില്ലേ? അപ്പൊ അത് ഏത് രീതിയിലായിരിക്കും ഈ ഊള കാണുന്നത്? ഇപ്പം ഇവരുടെ തന്നെ എടുത്തു നോക്കുകയാണെന്നെങ്കിൽ ഇപ്പൊ ഈ അപ്പനും മോഹനും എല്ലാം ഈ പറയുന്ന BJP-ക്കകത്തല്ലേ. BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിലും പാലക്കാടിലും ക്രൈസ്തവ ദേവാലയമായിട്ടുള്ള, അതായത് കാസ വിഭാഗത്തിന്റെ കീഴിലുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ലഘുലേഖ വിതരണം ചെയ്യുകയും അവിടെ പള്ളിയിൽ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറഞ്ഞു BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന്. കാരണം ഇനി ഞങ്ങളുടെ രക്ഷ BJP മാത്രമേ ഉള്ളൂ, നമുക്ക് അവരാണ്. കാരണം ഈ മണിപ്പൂരുള്ളതൊന്നും ഇവരുടെ സഹോദരങ്ങളല്ല, ഇവിടെ മുനമ്പത്ത് കിടക്കുന്നവർ മാത്രമുള്ളൂ ഇവരുടെ സഹോദരങ്ങൾ. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ വെറുക്കപ്പെട്ട രണ്ട് പട്ടിക്കാട്ടങ്ങളാണ് ഈ പറയുന്ന അപ്പനും മകനും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലൊക്കെ വന്നിരുന്നുണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ ഊളേനൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഉണ്ടല്ലോ, സത്യം പറയുന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടിയാണ് അവരൊക്കെ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇരുത്തി ശക്തമായ ഭാഷയിൽ ഒരു മറുപടി കൊടുക്കാൻ പോലും ഈ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എടുക്കാച്ചരക്കാട്ടുള്ള ഈ അപ്പനും മകനും കേരളത്തിൽ ഒരു പട്ടിയുടെ വില പോലും ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്നില്ല. കാരണം ഒരു കാലത്ത് SDPIയുടെ വോട്ട് വാങ്ങി 10-20 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അന്ന് മൈക്ക് കെട്ടിവെച്ച് പബ്ലിക്കിൽ ഇയാൾ പറഞ്ഞത് ഈ രാജ്യത്തിന് വേണ്ടവരാണ് ഇവരെന്നാ പറഞ്ഞ. അതിനുശേഷം ഇപ്പൊ വർഗീയത എന്ന് പറഞ്ഞൊരു സാധനം ഈ പറയുന്ന ആളുകൾക്കൊന്നും അറിയത്തില്ല. ഇവനൊക്കെ മറ്റേ ഭയങ്കര മതേതരത്വമാണല്ലോ വായിക്കൂടെ ഇങ്ങനെ അപ്പന്റെ മകന്റെ ഡെയിലി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന, എനിക്കൊന്നും ഇവിടുത്തെ RSSകാരെക്കാട്ടിലും കൊടിയ വിഷ വിത്തുക്കളാണ് രണ്ട് സാധനങ്ങൾ. എന്തായാലും ഇവിടുത്തെ കാസ വിഭാഗത്തിന്റെ ഒരു ചെറിയൊരു കടന്നുകയറ്റം ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൃത്യമായ രീതിയിലുള്ള മറുപടി ഈ അപ്പന്റെയും മകന്റെയും അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ കമന്റ് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം വെനീസിയോ എന്റർടൈൻമെന്റ്.